തേങ്ങ ഇടാൻ വന്നവരെ അവര് തെങ്ങി കയറി അന്തസ്സായിട്ട് തേങ്ങ ഇട്ടിട്ട് ഇറങ്ങി പോയി. ചുട്ടും കൊതുമ്പൊന്നും പറിച്ചില്ല. ഫോട്ടോ വെച്ച് തന്നേക്കണം ഉമേഷ് ചേട്ടൻ. എങ്ങനെ ഇരിക്കുന്നു? അയ്യോ, അപ്പോഴേ അടുത്ത പ്രാവശ്യം കാശിന് വരുമല്ലോ, അന്നേരം കൊടുക്കണ്ട. ഇത് കേറി ക്ലീൻ ചെയ്തെങ്കിൽ കാശ് തരാന്ന് പറയാം. അത് തന്നെ. കേശുവേ, എന്താടാ അവിടുത്തെ ചർച്ച നിർത്തിയത് ഇവിടെ വന്ന് നിക്കട? അവിടെ ചർച്ച എന്തെങ്കിലൊന്നുമില്ലായിരുന്നു എന്റെ പൊന്നമ്മയി. ഞാൻ അവിടെ കണക്കെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആളെയും വന്നിട്ട് ചുമ്മാ ഓരോ തമാശക്ക് ഞാൻ വിങ്ങാതിരിക്കുന്നത്. നമ്മള് സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. അമ്മ കള്ളം പറയാനാണ്, എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യണുണ്ടായിരുന്നു. എന്ത് കാര്യം പ്ലാൻ ചെയ്യുന്നു യേശുവേ? എന്തോന്ന് അമ്മ ചുമ്മാ ആവശ്യമില്ല നമ്മളൊന്നും പറയല്ലേ. അമ്മയാണ് എല്ലാത്തിനും കാരണം. എന്തരമ്മായി? അയ്യോ, ഞാൻ ഒന്നും പറയണില്ലേ. സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. സിധു, ഉനക്ക് കുടിക്കടത്തേക്ക് ഏതാ എടുക്കട്ടാ? ഒന്നും വേണ്ട ആന്റി, ലെച്ചൂസ് വൈകിട്ടല്ലേ എത്തത്തുള്ളൂ. മൊത്തത്തിലൊരു ബോറടി. മോൻ ലച്ചുവിനെ വിളിക്കാൻ ചെന്നില്ലെന്നും പറഞ്ഞോണ്ട് ഇനി അവൾ ഇവിടെ വന്ന് കിടന്ന് വഴക്കുണ്ടാക്കൂ? വഴക്കൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ ചോദിച്ചായിരുന്നു വിളിക്കാൻ പറഞ്ഞു. അപ്പൊ അവളാ പറഞ്ഞു അവൾ ഇങ്ങോട്ട് ഓട്ടോയ്ക്ക് വന്നോളാണ്. വൈകിട്ടാകും വരാനേ. நீங்க ஒரு தேங்காய் கேட்டீங்கல்ல, நான் போய் எடுத்துட்டு வரேன். இப்போ ഞാനും വരാം. ഒരു തേങ്ങ എടുക്കാൻ രണ്ടുപേരും. കനകത്തിന്റെ പുറവിനെ ഗൗരി പോയിട്ടുണ്ട്. അവിടെ ഇനി വർത്താനം പറഞ്ഞോണ്ടിരിക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ അളിയാ? എന്താ കാര്യം അളിയാ? പുറത്ത് നല്ല ചൂട്. ഇപ്പൊ പോയി 2 തണുത്ത ചിൽഡ് ബിയർ പാർസൽ വാങ്ങിയിട്ട് നമ്മൾ അവിടെ പോയിരുന്ന് അടിച്ചു കഴിഞ്ഞാൽ പൊളിയല്ലേ? പയ്യെ പറയാം. എങ്ങനെയാ ബാക്കി പരിപാടികൾ പറയൂ. എടാ നീ വെതർ നോക്ക്. ഈ വെതറിനകത്തിരുന്ന് നല്ല തണുത്ത ബിയർ അടിക്കുന്നത്. എന്റെ പൊന്നളിയാ, അളി ചുമ്മാ തമാശക്കറണ പരിപാടി നിർത്ത്. പറ്റില്ല, വേണ്ട. അളിയാ, നീ ഇടയ്ക്കൊക്കെ പോയി ബിയർ കഴിക്കുന്നത് അതൊക്കെ എനിക്ക് അറിയാം. അളിയാ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ, കോളേജൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെ സെറ്റൊക്കെ ആയിട്ടെ ഏത് ബിയർ അടിക്കാൻ പോകുന്നത്? ചിൽഡ് ടിൻ ബിയറാ? എന്തളിയാ പ്രശ്നം? നീ മനസ്സിലാവില്ല. നീ പറ, ഏതാ ഇഷ്ടം പറ. ആര് കഴിക്കണേന്? ഇന്ന് അടിക്കണില്ല അളിയാ? ഞാൻ കുറെ നേരം ക്ഷമിച്ചോണ്ടേ. എടാ വാടാ, ഇന്നൊരെണ്ണം അടിക്കാന്ന്. 2 വേണോ 1 വേണോ? എനിക്കൊരു തേങ്ങ വേണ്ട. അങ്ങനെ 3 എടുക്കാം. ഞാൻ വില വിളിച്ചാൽ പറയും. എന്താടാ അളിയാ? വല്ലപ്പോഴും ഒരു ചേഞ്ച് വേണ്ട. ഒരു ചേഞ്ചും വേണ്ട. വാ വാടാ വാടാ. അമ്മമ്മ ഇവന് മെറലിനെ കാണണമെന്ന്. നോക്കട്ടെ. ഇല്ലടാ, ഇന്നിവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഭയങ്കര ബോറ്. അല്ല, ലച്ചുവും കല്ലും ഒക്കെ കുഴിപ്പളത്താ. അവര് വൈകിട്ട് എത്തത്തുള്ളൂ. നീ എന്താണെന്ന് നാട്ടിൽ വരുമ്പോ വിളിക്ക്, നമുക്കൊരു ദിവസം കാണാം. ഓക്കേടാ. അളിയോ ദൈവമേ, താ വിളിക്കണ്. എന്തരത്? ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും വാടാ 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 എന്ന് പറഞ്ഞിട്ട് തേങ്ങ. ഇന്നെന്ത് പറ്റി? അളിയോ, എവിടാ നീ? ഇവിടെ കയറി ഇരുന്ന പൊക്കും. അളിയോ, അമ്മാടി. അളിയോ, സ്വിച്ച് ഓഫാ.
ഹായ് എന്താ ഇത്? അമ്മായി കേശുവിനെ കണ്ടായിരുന്നോ? ആ റൂമിലുണ്ടായിരുന്നല്ലോ. അല്ല ഞാനിപ്പോ റൂമിൽ നോക്കി, പക്ഷെ റൂമിൽ കാണുന്നില്ല. അവിടെ ഇല്ലേ? എന്ത് പറ്റി? അല്ല വിളിച്ചിട്ട് കിട്ടണമില്ലെന്നേ. അല്ല എനിക്കൊന്നും അവനെ കാണണമായിരുന്നു. എന്താ കാര്യം? ഇല്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവൻ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എവിടെയെങ്കിലും പോകുമെന്നോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. എവിടെ പോയോ എന്തോ. വിളിച്ചു നോക്കുക ഒന്നും കൂടി. സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ്. അളിയാ ഈശോ അളിയോ കണ്ടുപിടിച്ചേ. ഇനി അളിയ ഒളി അല്ല അളിയ ഒളി ഞാൻ കണ്ടുപിടിക്കാം. മക്കളേക്ക് വാ. എന്തായിരുന്നു? മക്കളേക്ക് വന്നേ. ഇല്ല വന്ന് കാര്യങ്ങൾ ബാക്കിയില്ലേ? വന്നേ. എന്താ അളിയ? തുമ്മല് കറക്റ്റ് ടൈമിങ് വന്നല്ലേ? അതെ തീർച്ചയായിട്ടും. ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യണം. ബാക്കി എന്തോന്ന് കാര്യം? ചീണ്ടി ബിയർ അടിക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ അളിയ, നമുക്ക് എന്തിനാ അതൊക്കെ ആവശ്യമില്ലാത്ത പരിപാടി. വേണ്ട അളിയ, എനിക്ക് കൃത്യമായിട്ട് അറിയാം നീ ഇടയ്ക്ക് നിന്റെ പയ്യന്മാരുടെ കൂടെ പോയി അടിക്കാറെന്നുള്ള കാര്യം. ഇല്ല അളിയ, അളി എന്താ അളിയ പറയണേ? നീ അടിക്കുമെന്ന് എനിക്ക് അറിയാടാ. നീ വെറുതെ കള്ളം പറയണ്ട. എന്താണല്ലോ ഇന്ന് നമ്മൾ അടിക്കുന്നു? ഇല്ല അടിക്കുന്നു അളിയ. ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിലെ പിള്ളേരൊക്കെ ഒരുപാട് അടിക്കുന്നവന്മാരുണ്ട്, അടിക്കാത്തവരും ഉണ്ട്. ഞാൻ അടിക്കാത്തവരുടെ കൂട്ടത്തിലാണ്. എങ്ങനെ? ഉറപ്പല്ലേ? അളിയാ ശേ എന്നാൽ ഇന്നൊന്ന് അടിക്കാടാ. എടാ നിന്റെ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്, അതല്ലേ? കുറെ കാര്യം അറിയുന്ന അടിക്കുന്ന നമ്മൾ എന്താ ചെയ്യുന്നത്? അതെന്താണല്ലോ ഇന്നൊന്ന് അടിക്കണം. നീ തയ്യാറാവണോ അതിന്? എടാ ഇത്രയും നിർബന്ധിക്കുമല്ലേ? എന്താണ് അളിയനും കൂടെ? ഇല്ല ഒന്നുമില്ല, നമ്മളിങ്ങനെ ചുമ്മാ. നിങ്ങൾ പടാലത്ത് വന്ന് പറഞ്ഞിട്ട് പോന്നോ? അവിടെ ആ ബാബു മരത്തിന്റെ ചില്ല വെട്ടാൻ വരുമെന്ന് പറഞ്ഞു. നമുക്ക് പോണെങ്കിൽ നമ്മള് പോവാ, വേണ്ടെങ്കിൽ വേണ്ട. நீங்க படவலத்துல போகும்போது நானும் கூட வரேன். നീ എന്തിനാ പോന്നേ? அம்மா அப்படின்னா அங்க போய் சுடு சுடா சமைச்சு கொடுக்கலாம்ல? അവര് ബൈക്കിലാ പോന്നേ. எதுக்கு பைக்கு? நம்ம ஆட்டோல போலாமா? അതെ ഇവിടുന്ന് ആട്ടോ വിളിച്ചു പോന്ന കാശ് മതി അവർക്ക് അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ. அப்படின்னா நான் இங்க இருந்து சுடு சுடா பேக் பண்ணி கொடுக்கவா? നീ അടുക്കളയിലോട്ട് വന്നേ. എന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം പറയാൻ. என்னம்மா? പറയാം. അറിയാ എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ? നീ ഒരു തീരുമാനത്തിലെത്ത്. ആ മനസ്സ് ഒന്ന് തുറക്കടാ. അളിയ അപ്പൊ ഇത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇല്ല അല്ലേ? അതെ. അളിയ ഇത്രയും നിർബന്ധിച്ച സ്ഥിതിക്ക് എടളിയ എടളിയാ അല്ല അളിയ ഇത്രയും പറഞ്ഞല്ലേ, പിന്നെ അളിയൻ പറഞ്ഞിട്ട് നമ്മള് കേക്കായിരുന്നു കഴിഞ്ഞാ എടുക്കാനോ? ആ ശരിക്കും? ആ അളിയ ഉറപ്പല്ലേ? അളിയ ഇത്രയും പറഞ്ഞല്ലേ, പിന്നെ ഞാൻ കേക്കായിരുന്നു എങ്ങനെയാ? അളിയമ്മ മേടിച്ചോണ്ടോ അല്ലേ? അളിയന്റെ ഒരു ആഗ്രഹമില്ല, നമ്മള് സാധിച്ചെന്നില്ലെന്ന് വേണ്ട. അപ്പൊ നേരത്തെ നല്ല അടിയായിരുന്നല്ലേ? നേരത്തെ പറയണ്ടാ. പറയാൻ ഞാനും പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, സാധനം മേടിക്കാൻ ഞാൻ വരൂല, അളിയൻ പോയി മേടിച്ചോണ്ട് പറഞ്ഞു. ഇവിടെ കിട്ടിയ അപ്പൊ നീ അടിക്കും. അതടിക്കും. അപ്പൊ ഞാൻ പോയി എടുത്തോണ്ട് വരാം. ശരി അളിയ. എത്ര എണ്ണം? ഒരു 2 എണ്ണം മതി. 2 എണ്ണം മതി. ശരി ഞാൻ വാങ്ങിക്കാൻ പോവാണേ. ചെല്ലേ കേട്ടോ. കേട്ടോ? ഓ ചെല്ലേ. ഞാൻ വാങ്ങിക്കും. മേടിച്ചോണ്ട് ആളിയാ. വാങ്ങിച്ചിട്ട് വരാം. അളിയാടാ എവിടെ? ഇപ്പൊ കൊറേ നേരം ആയല്ലോ. എത്തിയാ? വേഗം വാ. അളിയാ അളിയോ ഓടി വാ. ഓടി വരല്ലേ? വാ വാ വാ. ഓടി ഓടി വാ. ഓടി ഓടി വന്നു. ചോടാ അളിയാ പറഞ്ഞ പോലെ 2 എണ്ണം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്.
അളിയെന്നാൽ ഇത്ര പെട്ടെന്ന് ഒപ്പിച്ചോളഞ്ഞല്ല. ഞാൻ എന്റെ അളിയനൊരു ആവശ്യം പറഞ്ഞാൽ ഞാനത് ചെയ്തു തരത്തില്ലേടാ. പിന്നെ മോന് ഇതിന്റെ കൂടെ കഴിക്കാൻ ടച്ചിങ്സും എല്ലാം മുൻകൂട്ടി കണ്ടല്ലേ? എല്ലാം ഞാൻ മുൻകൂട്ടി കണ്ടു. കള്ളളിയേ. അതെങ്ങനെ? നിനക്ക് എന്തെങ്കിലും ഇപ്പൊ പറയാനുണ്ടോ? ഇപ്പൊ പറഞ്ഞു. എനിക്ക് എന്ത് പറയാനാ? അളിയൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു. അപ്പൊ അടിക്കാം. അടി എന്നാ പിന്നെ എടുക്ക്. അളിയട് അളിയടാ. അളിയടളിയാ. എടുത്തോ. അളിയല്ലായിരുന്നു നിർബന്ധം. അതുകൊണ്ട് അളിയട്. നീ അല്ലേ ഓക്കെ പറഞ്ഞേ? എടുക്ക്. അങ്ങനെ എന്നാ പിന്നെ ഒരുമിച്ചെടുക്കാം. ഒരുമിച്ചെടുക്കാം. കേശു என்னடா கேசு இது? அம்மாக்கு லெச்சுக்கெல்லாம் தெரிஞ்ச ரொம்ப பிரச்சனை ஆயிடும்ல. ആ അമ്മയ്ക്ക് ലച്ചുവിനെ അറിയണം, പ്രശ്നമാവണം. അതാണ് എനിക്ക് വേണ്ടത്. ഇങ്ങേരെ എന്നെ കുടിപ്പിക്കാൻ നോക്കിയതും ഇങ്ങേരെ കുടിക്കാൻ നോക്കിയതും അവരറിയണം. അളിയോ, ഞാൻ എവരടുത്ത് നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അളിയൻ എന്നെ ബിയറെ കുടിപ്പിക്കാൻ ശ്രമിക്കണമെന്ന്. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനിത് പണ്ട് പോലെ പറയാനുള്ളതാണ്. കേശു ഈ സാധനം കൈകൊണ്ട് ഓടൂലെന്ന്. ഈ സാധനം ഞാൻ കുടിക്കൂലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ആ അപ്പൊ മക്കള് കുടിക്കില്ല ഇല്ല അല്ലേ? ആ ഓക്കെ മൈ. അപ്പൊ എങ്ങനെ? നല്ല ചൂടുണ്ടല്ലേ സിദ്ധു? നല്ല ചൂട് ചിൽഡ് ബിയർ നമ്മുടെ കയ്യില്. അടിച്ചാലാ? അടിക്കാല്ലേ? അടിക്കാല്ലേ? ആ ഒരെണ്ണം സിദ്ധുവിന് ഒരെണ്ണം എനിക്ക്. നിനക്ക് വേണ്ടല്ലോ. ആടാ ഒരെണ്ണം സിദ്ധുവിന് ഒരെണ്ണം എനിക്ക്. അമ്മ എന്തരമ്മ പറയണ? ചുമ്മാ എന്താവശ്യം പറയണ? നീ കേട്ടതാ സിദ്ധുവേ ഒന്ന് പഠിച്ചോളാം. അമ്മായി ടച്ചിങ് കൂടി അമ്മായി. നമുക്ക് അടിക്കാം. പൊട്ടിക്ക് സിദ്ധു. അളിയാ ചെങ്ങ് പൊട്ടിക്ക് സിദ്ധു. ഒന്ന് പിടിച്ച്. അളെ എന്തോളയാ? ഇനി ഗ്യാസ് ഒന്നും ഇല്ലേ? സാധാരണ ഇത് പൊട്ടിക്കുമ്പോ ഈ ഗ്യാസും നൊരയും പതയൊക്കെ പറഞ്ഞല്ലേ? അല്ലെ ഇതിനകത്തെ ഗ്യാസും ഇല്ല, നൊരയും പതയും വരുത്തു. എന്ത് എടാ മണ്ട, ഇത് പച്ചവെള്ളാ. പച്ചവെള്ളം ശ്രദ്ധിച്ചോ. നീ ഇപ്പൊ ഇവരുടെ അടുത്ത് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? ഞാൻ രാവിലെ ഇവരുടെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാൻ നിന്നെ നിർബന്ധിച്ച് കഴിഞ്ഞ നീ ഇത് കുടിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്തതാ. അളിയാ, അവസാനം നീ കുപ്പി വാങ്ങിച്ചോ എന്ന് പറഞ്ഞപ്പോ ഞാനൊന്നും കിട്ടിയ കൊള്ളാടാ അളിയ. ഞാൻ നിന്നെ സമ്മതിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ മോട്ടീവ് എന്തിനാണ്? എന്തിനാണ്? സേ നോ ടു ഡ്രഗ്സ്, പിന്നെ നോ ടു ആൽക്കഹോൾ. ആടി തൂക്ക